ഒരു മുടി പോലും കൊഴിയാതെ അതേപോലെ തന്നെ പൊട്ടിപ്പോവാതെ നമ്മുടെ മുടിയിലെ ജടയൊക്കെ എങ്ങനെ കളയാമെന്നുള്ളത് നോക്കാം കേട്ടോ. രണ്ട് രീതിയിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബെസ്റ്റ് എന്ന് തോന്നിയത് നിങ്ങൾ ലാസ്റ്റായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന മുടിയിൽ നല്ല തന്നെ ജട ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതേ മുടി ഇതേപോലെ രണ്ട് സെക്ഷനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സൈഡ് ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിലെ ജടയൊക്കെ ഈ ഒരു രീതിക്കൊന്ന് കളയാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലുള്ള ജട ഒരു 90% മാറിക്കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുടിയൊന്നും അധികം കൊഴിയില്ല. അതേപോലെ തന്നെ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി കൈകൊണ്ട് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് അടിവശത്തു നിന്ന് മേലേക്കായിട്ട് ഇതേപോലെ നമ്മുടെ മുടിയിലുള്ള ബാക്കിയുള്ള ജട ഈ ഒരു രീതിയിൽ കളയാട്ടോ. അങ്ങനെ ഈ ഒരു രീതിയിൽ കളഞ്ഞതിന് ശേഷം എൻ്റെ മുടി ആകെ ഈ ഒരു സമയത്തായിട്ട് കൊഴിഞ്ഞിട്ടുള്ളത് ആകെ ഒരു മുടിയാണ് കൊഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയാണ് ഞാൻ സാധാരണയായിട്ട് എല്ലാവരും ചെയ്ത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കടഭാഗത്ത് വെച്ചിട്ട് ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വലിച്ച് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വേരോടെ പറഞ്ഞു പോവുക, മുടി പകുതി വെച്ച് പൊട്ടി പോവുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ ഒരു രീതിക്ക് ചീന്തിയപ്പോൾ എൻ്റെ മുടി ഒരു 4-5 എണ്ണമാണ് കേട്ടോ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള രീതി എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ രീതിയാണ് ഏറ്റവും നല്ലത്. നമ്മൾ എപ്പോഴും മുടി ചീകുമ്പോൾ കൈ ഉപയോഗിച്ചിട്ട് ചീന്തി കളഞ്ഞതിന് ശേഷം മാത്രം നല്ലൊരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കളയാട്ടോ. അങ്ങനെ മുടിയൊക്കെ നമ്മൾ ജടയൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടമായത് അതേപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് മുടിയിലെ ജട കളയാന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴത്തായിട്ട് ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക.